ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ആക്ച്വലി എവിടെ പോകണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സിൽ ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ച് വെച്ചത്, പക്ഷേ നമുക്ക് അവിടെ ബുക്കിങ്സ് ശരിയായില്ല. അതിനുവേണ്ടി പിന്നെ നമ്മൾ ഈ ഒരു വീക്കിലേക്ക് അത് മാറ്റി. വേറെ എങ്ങുമല്ല. എവിടെ നമ്മൾ പോകുന്നത്? നമ്മൾ ലെഗോ ഹോട്ടൽ, ലെഗോലാൻഡ്. ലെഗോലാൻഡ് അതോ ലെഗോ ഹോട്ടൽ? ഇറ്റ്സ് ലെഗോലാൻഡ്. അതായത് ഹോട്ടൽ സ്റ്റേയും പിന്നെ പിള്ളേരുടെ കുറച്ച് ആക്ടിവിറ്റിയും പിന്നെ അവിടെ വാട്ടർ തീം പാർക്കും അല്ലാത്ത ഒരു പാർക്കും ഉണ്ട്. 2 പാർക്കുണ്ട്. അപ്പം നമ്മൾ 1 ഡേ ബുക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർക്കിൽ ആക്സസ് കിട്ടും. ഇനി അതല്ല നമ്മൾ 2 ഡേയ്സ് ബുക്കിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 പാർക്കിലും ആക്സസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് പാർക്കിലേക്കുള്ള ആക്സസ് ഇല്ല. അവിടെ അത് നിർത്തി വെച്ചേക്കുവാണ് ഇപ്പം. അപ്പം അതിൻ്റെ പകരമായിട്ട് അവർ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റി പിള്ളേർക്ക് വേണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡോറായിട്ട് തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1 ഡേ സ്റ്റേക്ക് വേണ്ടിയാണ് പോകുന്നത്. ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ താഴേന്ന് സാനിയയും ഫാമിലിയും പിന്നെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ടല്ലോ, വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരും. അപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നിങ്ങളെ കുറച്ച് വ്യൂസ് കാണിക്കാം. ലെഗോലാൻഡ് ഡേവിഡ്, ഇറ്റ്സ് ലെഗോലാൻഡ്. ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം വീഡിയോ നിങ്ങൾ എൻഡ് വരെ കാണുക, ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആവും. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് വരും. അപ്പം ഗൈസ് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് ലഞ്ചിനുള്ള ടൈം ആയായിരുന്നു. അപ്പം നമ്മൾ പിന്നെ കഴിച്ചിട്ട് ഇനിയും ലെഗോ ഹോട്ടലിലോട്ട് കയറാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ അവിടെ ഇറങ്ങി കഴിച്ചിട്ടാണ് പിന്നെ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ലെഗോ ഹോട്ടലിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല സൈഡിൽ 2 സൈഡിലും നല്ല ഗ്രീനറി ആയിട്ട് നല്ല കുറേ ട്രീസും ഒക്കെ ആയിട്ട് ആണ് ഇതവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കടന്നു പോകുമ്പം നമ്മുടെ ലെഗോ ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. എന്തോടെ പ്രേതാലയോ. ഇതുപോലെ കുറേ നല്ല ഹ്യൂജ് ഏരിയയിലാണ് ഈ ഒരു ഹോട്ടൽ അവർ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എത്തിയ സമയം കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ അതേ ടൈമിങ്ങിലായിരുന്നു കറക്റ്റായിട്ട് സാനിയും ഫാമിലിയും കൂടി എത്തിയത്. നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. അപ്പം ആ കാണുന്ന വണ്ടിയാണ് സാനിയുടെയൊക്കെ. അപ്പം അവരും നമ്മുടെ കൂടെ തന്നെ കറക്റ്റ് ടൈമിങ്ങിലെത്തി. അപ്പം നമ്മളിവിടെ വണ്ടി ഇനി പാർക്ക് ചെയ്തിട്ട് നമ്മളിനി അകത്തോട്ട് പോവുകയാണ്.
നമ്മൾ അകത്ത് കയറി ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ എല്ലാ ഏജിലുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ ലെഗോ വെച്ചിട്ട് അവരെ പലതും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് കുറച്ച് പ്ലേ ഏരിയാസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി. ലെഗോ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഫുള്ള് ആക്ടിവിറ്റി ആയിട്ടുള്ള ഏരിയയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിള്ളേരെ നമ്മളവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്ത് നമ്മുടെ കീസൊക്കെ വാങ്ങിക്കുന്ന ടൈം കൊണ്ട്, എൻട്രി ഒക്കെ ചെയ്യുന്ന ടൈം കൊണ്ട് ഇവിടുത്തെ കുറച്ചുള്ളിൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുറച്ച് പ്ലേ ഏരിയാസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു. Davidu, did you make something? I am making a car. You are making a car. What else you made? You're making a car. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് റൂം, നമ്മൾ ബുക്ക് ചെയ്ത ഫസ്റ്റ് റൂം. അപ്പോൾ ഇതൊരു സ്വീറ്റ് റൂമാണ്. സൂട്ട് റൂം എന്ന് പറയുമ്പം ഇതിൻ്റെ ഉള്ളിൽ ലൈക്ക് ഒരു വീട് പോലാണ് ഇത്. കയറി ചെല്ലുമ്പോൾ തന്നെ അവർ വെള്ളവും കാര്യങ്ങളും കോഫിയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈക്ക്
ഒരു ഹാള്, ഒരു ചെറിയ ഹാള് പോലെയാണ്. ഡൈനിങ് ടേബിൾ ഉണ്ട്, സോഫ ഏരിയ ഉണ്ട്, ടി വി ഉണ്ട്. അങ്ങനെ ഒരു നമ്മുടെ വീട്ടിലെ ഫ്രണ്ട് ഹാള് പോലുണ്ട്. പിന്നെ ഇവിടെ ടി വിയിൽ ഒരു ചെറിയ വെൽക്കം പോലെ അവർ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു, വെൽക്കം സുജിത് ജെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുമ്പം ഇത് ഹാളാണ്. ഇതിന് പിന്നെ നമുക്ക് ഇവിടെ 2 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൾ കണ്ടില്ല, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. 6 ചെയർസ് ഉള്ള ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ പിള്ളേർക്ക് ലെഗോ ഉണ്ടാക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ 2 റൂംസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മുടെ ഡേവിഡ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. നമ്മുടെ നെക്സ്റ്റ് റൂമിലോട്ട് പോവാം. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റൂം. അപ്പം ഈ റൂമിൽ നമുക്ക് 1 ബെഡ്റൂമും പിന്നെ ഒരു കിഡ്സ് ഏരിയ പോലും, അതായത് അവരുടെ ഒരു സെപ്പറേറ്റ് ടി വിയും ഒരു ഡബിൾ ബെഡും അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അതായത് ഒരു റൂമായിട്ട് ബുക്ക് ചെയ്ത് പിള്ളേർക്കും നമുക്കും കിടക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ താഴെ 2 ബെഡ്, താഴെ ഒരു എക്സ്ട്രാ ബെഡും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ 3 ബെഡ് ഉള്ള ഏരിയ ആണ് ഇത്. ഇതിൻ്റെ മുന്നിലോട്ട് നമ്മളിങ്ങനെ പോകുമ്പം ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ബാത്റൂം. നല്ല ക്ലീൻ, നല്ല ടൈഡി ആയിട്ടുള്ള ബാത്റൂംസാണ്. പിന്നെ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു ബെഡുണ്ട്, ഒരു ഡബിൾ ബെഡും പിന്നെ ഒരു ചെറിയൊരു ചെയറും ടേബിളും ഒക്കെ ഉണ്ട്. ഇതും നമ്മുടെ മറ്റേ ആദ്യം കാണിച്ച റൂമും തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ട്. അവിടെ ഒരു ഡോറുണ്ട്. ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ മറ്റ് റൂമിലോട്ട്, നമ്മുടെ ആദ്യം കണ്ട റൂമിലോട്ട് നമുക്ക് പോവാം. അതുകൂടാതെ ഇവിടെ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ആക്ടിവിറ്റി പോലെ പിള്ളേർക്ക് എല്ലാ റൂമിലും വെക്കുന്നുണ്ട്. അതായത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ഒരു പേപ്പർ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഒരു ലോക്കറുണ്ട്. ആ ലോക്കറിൽ നമ്പർ കിട്ടും. ആ നമ്പർ വെച്ചിട്ട് വേണം ആ ലോക്കർ തുറക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്, എല്ലാ റൂമിലും ഉണ്ട്. അങ്ങനെ പിള്ളേർ ആ ഒരു ലോക്കർ തുറക്കാനുള്ള സംഭവത്തിൻ്റെ പുറകിൽ ബിസിയായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവർക്ക് ആ ഒരു നമ്പർ കിട്ടി. നമ്മൾ ആ നമ്പർ എൻ്റർ ചെയ്തിട്ട് ആ ലോക്കർ തുറന്നപ്പോൾ അതിനകത്ത് അവർക്ക് 2 ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ലെഗോ ആണ്. അപ്പം നമുക്ക് ലെഗോ ഉണ്ടാക്കാനുള്ളതായിരുന്നു. അപ്പം പിള്ളേർ ആ 2, അതായത് അവർ 3 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ 2 കിറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ റൂമിൽ പോയി, അവിടെയും ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ഡേവിഡ് അപ്പം തന്നെ അവൻ്റെ കൈ കിട്ടിയ സാധനം പൊട്ടിച്ച് അവനത് ഫിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവന് അതിൽ ബിസിയായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ഡേവിഡ് ഫുള്ള് റൂമിൻ്റെ ഒരു ടൂർ കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് റൂമും ഈ റൂമും എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവനാണ് ഇനിയും അടുത്ത നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇവിടെ ലെഗോ സിറ്റിയില്ല. ഇത് ഫാമിലിയുടെ ബെഡാണ്. ഇത് കിഡ്സിൻ്റെ ബെഡാണ്. ടി വി ഉണ്ട്, ഫാമിലിക്ക് ടി വി ഉണ്ട്, ഉണ്ട്. ഇതൊരു സീക്രട്ട് ലോക്കാണ്. എല്ലാം മാപ്പ് അങ്ങോട്ട്. ഇതാ മാപ്പ്. പിന്നെ ഫ്ലോറില് എല്ലാം ഇതുണ്ട്. പിന്നെ ഈ മാപ്പ് ഉണ്ട്. പിന്നെ ഈ ഡെക്കറേഷൻ ഉണ്ട്. ഈ ക്രാബ്, സ്നേക്കിന്റെ, പിന്നെ ഇത്
എല്ലാം ലെഗോ സെറ്റാക്കി ഇതില്. ഇത് ലിവിംഗ് റൂമാണ്. ഓക്കെ, ഇത് കൗച്ച്. ഇതെല്ലാം ഡിന്നർ കഴിക്കാൻ ടേബിളാ. ഇത് ഓൾസോ ഒരു നദർ ലോക്കറാ. ഇത് കിഡ്സ് പ്ലേ ഇത് വാഷ്റൂമാ. ബാത്റൂം ഉണ്ട്, സ്മോൾ കിഡ്സിൻ്റെ ഇതുണ്ട്, ബിഗ് പീപ്പിൾസ്ക്ക് ഇതുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്, വേറെ ഇതുണ്ട്. പിന്നെ ഒരു ടോർച്ച് ഉണ്ട്. ഇത് ഓൾസോ ഇങ്ങോട്ടുണ്ട്. ആ, ഇങ്ങോട്ട് ഇത് സെയിമാ. ആ വേറെ ബെഡ്. ഇത് നമ്മൾ ഏതെങ്കിലും ബെഡ് എടുക്കാം. ഞാൻ ഇവരാ ഇതെന്റെ സിംഗാത്ത. പിന്നെ ഇത് ഒരു നദർ TV ഇല്ല. ഇതില് ഏത് ലാംഗ്വേജാ പ്രസ് ആക്കാം. UA. എന്തേലും TV കാണാം. ഇത് സ്വിച്ച് ബോർഡ്. ഇതാ നമ്മളുടെ ബെഡ്. വേറെ ഒരു ഹോളില്ല, നമ്മളിങ്ങനെ ഹൈഡാക്കാണ്. പിന്നെ ഇത് AC പിന്നെ ഈ ബോൾ ഡെക്കറേറ്റ് ആണ്. അമ്മയുണ്ട്, ഡെന്നിസ് ഉണ്ട്. ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോവാ. സ്വിമ്മിംഗ് പൂള് കാണാം. ഡേവിഡിൻ്റെ വ്ളോഗിംഗ് ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ചെറിയ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയി. സ്വിമ്മിംഗ് പൂളിൽ ടൈമിംഗ് ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു ഫിക്സ്ഡ് ടൈമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയത്. നല്ല രസമായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഫുൾ ഫാമിലീസ് എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സ്വിമ്മിംഗ് പൂളിലെല്ലാം പോയി ക്ഷീണിച്ച് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഡ്രസ്സും ഒക്കെ മാറിയിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പം നമ്മളതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഡിന്നർ കഴിക്കാൻ
ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങൾ വീണ്ടും ഹോട്ടലിലോട്ട് എത്തി. അപ്പോൾ ഹോട്ടലിൽ താഴത്തെ ഏരിയയിൽ ഒരു ചെറിയ പ്ലേ ഏരിയ പോലെ ഉണ്ട്. ലൈക്ക് അവിടെ മൂവി നൈറ്റ് നടക്കുമായിരുന്നു. അപ്പോൾ മൂവി നൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് PS5 കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ ലെഗോ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ പല സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് ലേറ്റ് ആയിരുന്നു. ചിലപ്പോൾ പിറ്റേ ദിവസം എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുകെ വീണ്ടും ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോയി. അപ്പം പിള്ളേർക്ക് PS5 കളിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയിലോട്ട് തന്നെ വീണ്ടും പോയി. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് PS5 കളിച്ച നേരം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ലെഗോ വെച്ച് ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി ശരിയായി. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ പപ്പയും ഉണ്ടായിരുന്നു, പപ്പയും ഉണ്ടാക്കി. അങ്ങനെ ഒരു ആംഗ്രി ബേർഡ് ടൈപ്പ് എന്തോ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയെടുത്ത്. അങ്ങനെ ഡേവിഡും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേവിഡും എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. New model. New model what? It's a house. It's a house. There's a black. What is this? This is the door. Yeah, this is the door. And inside there's a TV. Inside there is a TV. That's right. ഇതവിടെ പല ആൾക്കാരായിട്ട് വന്നുണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് പോയതാണ്. ഞാൻ കണ്ടോ, നല്ല വെറൈറ്റി സാധനങ്ങളാണ് ആൾക്കാർ ഉണ്ടാക്കിയത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള സമയം ഏകദേശം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഞങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. ഇതുപോലെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെക്കും ബൈ.